നമ്മളിന്ന് കുറച്ച് പഴയത് സാധനങ്ങൾ കൊണ്ട് വീടൊന്ന് മഴ കൊള്ളിക്കാനുള്ള പരിപാടിയിലാണ്. അതിനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ വാങ്ങിയിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഒരു സ്പ്രിംഗ്ലർ ഉണ്ട് അല്ല, ഇതേപോലത്തെ 3 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ. പിന്നെ ഇതേമാതിരത്തൊരു ഈ ഒരു ക്ലാമ്പ് ഉണ്ടല്ലേ, ഇതേപോലത്തെ ഇതൊന്ന്, അതിൻ്റെ ഞാൻ സാധനം കാണിച്ചു തരാം. ഒരു സ്പ്രിംഗ്ലർ. പിന്നെ ഇതിന് നമ്മൾ ഈ ഒരു സാധനം വേണം. ഇതിന് 20 റുപ്യ, ഈ സ്പ്രിംഗ്ലറിന് 20 റുപ്യ. പിന്നെ ഈ സാധനത്തിന്, ഈ കണക്ടർ ഈ സാധനത്തിന് ഇതിന് 10 റുപ്യ. ഇതേപോലത്തെ 3 എണ്ണവും ഈ സ്പ്രിംഗ്ലറിനെ പോലത്തെ 3 എണ്ണവും. പിന്നെ അതേപോലെ വേറെ സാധനം കൂടിയുണ്ട്. ഇതല്ലേ, ഇത് നമ്മൾ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ 3 എണ്ണം കൊടുത്തിട്ട് കണക്ഷൻ വെള്ളം പോകാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയാണ് നോക്കാം. ഇതൊക്കെ പഴയതാട്ടോ. ഇതൊക്കെ നമുക്ക് വെള്ളം ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം, അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. എല്ലാ പഴയതും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു ആകെ 200 റുപ്യ ഉള്ളൂ. അതിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് പൈപ്പൊക്കെ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ കുറച്ച് റിട്ടേൺ കൊടുക്കാണ്ട്. ഇതൊക്കെ നമുക്ക് അതിന് വാങ്ങിയതാണ്. ഇതൊക്കെ പഴയതോടെ തന്നെ എടുത്തതാണ്. ഇത് നമ്മളെ വീട്ടിൽ പണിയെടുത്ത് തന്നെ കുറച്ച് പശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യം എടുക്കാം. എന്തായാലും ചിലയിടത്തൊക്കെ ആവശ്യം വരും. എന്തായാലും ഇതിപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് സ്പ്രിംഗ്ലറിൽ കൊടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഇപ്പോൾ വെറുതെ നമ്മളൊന്ന് പൈപ്പിൽ കൊടുത്തിരിക്കുകയാണ് അല്ലേ. നമ്മളിവിടെ അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങണങ്ങനെ കാണാം അല്ലേ. ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിലേക്കാണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കണ്ടേ, ഇതിൻ്റെ ഈ ഓട് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ അതിലെങ്ങനെ ഫുൾ ടൈം മഴ പെയ്യും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് തുടങ്ങിയത്. അത് എത്രത്തോളം ക്ലിക്കാവും നമുക്കറിയില്ല, നോക്കിയിട്ട് നോക്കാം. നമുക്ക് ഇത്തെ ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. നോക്കി നോക്കാം. ഇതിൽ വെള്ളം ഉണ്ടാവില്ല എന്നുള്ള കമൻറ്റ് നമ്മൾ പരമാവധി വേണ്ട കേട്ടോ. കാരണം വെള്ളം ഉണ്ടോ എന്നുള്ള സാഹചര്യം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും വെള്ളം കുറവാണ്, പല സ്ഥലങ്ങളിലും വെള്ളമുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ 7 റിങ് വെള്ളം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. പലരും വെള്ളമില്ലാത്ത സമയത്ത് എന്തിനാണോ ഈ പരിപാടിക്ക് നിൽക്കുന്നത് എന്നുള്ള ചിന്താഗതിയൊന്നും വിചാരിക്കേണ്ട. നമുക്ക് ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. വെള്ളം ഒരുപാട് നമുക്ക് സാഹചര്യം ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കില്ല. ഇതിപ്പോൾ സ്പ്രിംഗ്ലറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടോ അറിഞ്ഞിട്ടോ അല്ല കേട്ടോ. നമ്മൾ അഡ്ജസ്റ്റ് ഐഡിയക്ക് തോന്നിയ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുകയാണ്. ഈ പ്ലംബിങ്ങോ കാര്യങ്ങളിലൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഇത് കാണുന്ന പ്ലംബിങ്ങുകാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തൊക്കെ ഇവർ ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. നമുക്ക് തോന്നിയൊരു ഐഡിയ വെച്ചിട്ട് ചെയ്യാന്നുള്ളൂ. മൊത്തത്തിൽ നമുക്ക് 280-270 രൂപയാണ് മൊത്തത്തിൽ ചിലവ് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ വീട്ടിൽ ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്ന് ട്രയൽ നോക്കിയതാണിത്. ഇതാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കേട്ടോ. ഇത് നമ്മൾ പഴയതേടെ നിർത്താണ്. ഇത് നമ്മൾ പുതിയത് വാങ്ങിയതാണ്. ഇതും പഴയതേടെ നിന്നാണ്. ഈ കമ്പിയും ഈ പൈപ്പും പഴയതേടെ നിന്നാണ്. ഇതല്ല, ഇതിങ്ങനെ പോയിട്ട് പൈപ്പ് ഇങ്ങനെ പോയി ഇങ്ങനെ പിടിക്കണില്ലേ. ഇത് ഓടുമ്പോൾ വെറുതെ കൊടുത്താണ്. ഇനി എത്രത്തോളം ക്ലിക്കാവും എന്നുള്ള കാര്യം നമുക്ക് മോട്ടർ അടിച്ചാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. നമ്മൾ മഴ സക്സസ് ആയിട്ടുണ്ട്. പകലെടുക്കേണ്ടത് എത്തണ്ടേ, എല്ലായിടത്തും വരുന്നുണ്ട്. ഇതിപ്പോൾ ഓഫാണ്. ഇത് നമ്മൾ മേലത്തെ ടാങ്കിലേക്കുള്ള വെള്ളം പോണതാണ്. ഇത് ഈ താഴത്തെ ടാങ്കിലേക്കുള്ള വെള്ളമാണ് ഈ പോണത്. ഇത് മേലെ ഒരു ടാങ്ക് ഉണ്ട്, ഇതിൻ്റെ മേലെ ഒരു ടാങ്ക് ഉണ്ട്. അതിൻ്റെ മേലേക്കുള്ള വെള്ളമാണ്. ഇതാണ് നമ്മുടെ മഴ പെയ്യിക്കാനുള്ളത്. ഇപ്പോൾ ഓണാണ്.
ഇപ്പോൾ ഓഫാണ്. അതിൻ്റെ സിസ്റ്റം നമുക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ കയറിയിട്ട് ഇതാണ് മുകളിലത്തെ ടാങ്ക് കേട്ടോ. ഇതാണ് മുകളിലത്തെ ടാങ്ക്. ഇത് ഇങ്ങനെ വന്നിട്ട് അവിടെ കണ്ടില്ലേ സ്പ്രിംഗ്ലർ കല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം വലിയ കുഴപ്പമില്ലാതെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അത് നമ്മൾ വെറുതെ കൊടുത്തിട്ടുള്ളൂ, പൈപ്പ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ വർക്കിംഗ് ആണ്. താഴത്ത് പോയി കാണാം അല്ലേ, അതായിരിക്കും ഭംഗി. ഓണാക്കാണ്, ഇത് ലോക്കാണ്, ഇത് ലോക്കാക്കാണ്. അതായത് താഴേക്ക് ഉള്ള ടാങ്കിലേക്ക്. ഇതാണ് നമ്മുടെ മെയിൻ കേട്ടോ, മഴവെള്ളം. നമ്മൾ ഓണാക്കി അല്ലേ. നമുക്ക് താഴത്ത് പോയിട്ട് മോട്ടർ ഓണാക്കാം. ചെറിയൊരു ചാറ്റൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ. ഇത് നമ്മൾ മഴ കേട്ടോ, മഴയിനെ കാണുന്നുണ്ടാവും. നമ്മൾ വീടിൻ്റെ അടിയിലിരുന്ന് ഇങ്ങനെ കേൾക്കണം അതിൻ്റെ സൗണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവുള്ളൂ. ഇതിന് വലിയ ചിലവൊന്നും വന്നില്ല കേട്ടോ. അതായത് മൊത്തം ചിലവ് അതിൽ ആദ്യം തന്നെ അറിയിക്കാം. അതായത് എന്തൊക്കെയാണ് ചിലവ്, എന്തൊക്കെയാണ് എക്സ്പെൻസസ് വന്നിട്ടുള്ളത്. വലിയ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. വെള്ളം ഉറ്റാറിനാണില്ലേ. ഇതാണ് നമ്മളെ മഴ കേട്ടോ. മഴ പെയ്യണ കാണുന്നുണ്ടാവും. തുള്ളി വരുന്നുള്ളൂ എന്നല്ല, ഇതാ താഴത്തേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് സൗണ്ട് നല്ലോണം കേൾക്കും കേട്ടോ. ഇതാണ് നമ്മളെ മഴേൻ്റെ രീതികളെ കുറിച്ചുള്ള വീഡിയോ ആണ്. നല്ല വെയിലിങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് അല്ലേ, സൂര്യപ്രകാശം. ആ സമയത്ത് നമ്മളെ വീട്ടിൽ നല്ല മഴ ഇങ്ങനെ പെയ്യാം. വെള്ളത്തിനെ പറ്റി ആരും കുറ്റം പറയണ്ട കേട്ടോ. കാരണം ഒരുപാട് വെള്ളമൊന്നും നമ്മൾ എടുക്കില്ല. അതായത് കുറച്ച് വെള്ളമേ ഉപയോഗിക്കുള്ളൂ നമ്മൾ. വീട് നല്ല തണുപ്പായിരിക്കും. മഴ കണ്ടിരിക്കുക ഒരു രസമല്ലേ.